a fool for your love. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ആക്ച്വലി ഉള്ളത് ഉലവയ്പ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തുറവൂർ ഉള്ള ഉലവയ്പ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ കറൻ്റ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ മാരാരിക്കുളം ടു ഫോർട്ട് കൊച്ചി റോഡ് ട്രിപ്പിലാണ്. ബീച്ച് ഹിറ്റിംഗ് ഡിഫറെൻറ്റ് ബീച്ചസ് ഫ്രം മാരാരിക്കുളം ടു ഫോർട്ട് കൊച്ചി ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് ഞാൻ ആ റോഡ് ട്രിപ്പിൻ്റെ ഇടയ്ക്ക് എടുക്കുന്ന മറ്റൊരു എപ്പിസോഡാണ്. അപ്പോൾ ഈ എപ്പിസോഡ് അതിന് മുമ്പ് വരും. അപ്പോൾ ആ എപ്പിസോഡ് സൂൺ വരും. നിങ്ങളപ്പോൾ അതിന് ട്യൂൺ ചെയ്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിലേക്ക് അമർത്തുക. അപ്പോൾ ഈ സ്ഥലം ആക്ച്വലി നല്ല പക്കായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ സ്ഥലം ഫുള്ള് നടന്ന എല്ലാ സ്ഥലവും കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണങ്ങിപ്പോയ ഒരു ചെറിയ തോട് പോലത്തെ സെറ്റപ്പ്. ഉണങ്ങിപ്പോയിട്ടില്ല, അങ്ങോട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങോട്ട് ഫുള്ള് ഉണങ്ങി കിടക്കുവാണ്. അപ്പോൾ നമുക്ക് നടന്ന് ഈ സ്ഥലം മൊത്തം കാണാം, ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇടും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ തുറവൂർ എത്തുന്ന ആൾക്കാർ ഷുവർലി ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്ഥലം നടന്ന് ഫുള്ള് കാണാം. അപ്പോൾ ആക്ച്വലി ഞാൻ ഒറ്റക്കല്ല വന്നത്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അവരവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അവരവരുടെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആക്ച്വലി ഇത് ഇവിടെ ചെറിയൊരു തടിപ്പാലം പോലത്തെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് ഇട്ടിരുന്ന ഒരു പാലം സെറ്റപ്പാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഇതിൻ്റെ പുറത്തോടെ നടക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഒരു രസം നമുക്ക് ഇതിൻ്റെ പുറത്തോടെ നടന്ന് പോവാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് നടക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ കായലുണ്ട്. അപ്പോൾ നമുക്ക് കായലും കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇപ്പോൾ നടക്കാം. അപ്പോൾ ഇവിടുത്തെ പാടത്തിൻ്റെയൊക്കെ ഒരു കളറ് വേറെ ഡിഫറെൻറ്റ്. അപ്പോൾ എന്ത് സാധനമാണ് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ അവിടെ ഉള്ളതിനൊന്നും ഈ കളറല്ല. ഒന്നെങ്കിൽ ഇതിപ്പോൾ ഉണങ്ങി നിൽക്കുന്ന ഇതായതുകൊണ്ടായിരിക്കും, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഞാൻ എന്തായാലും തെറ്റ് പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഉണങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ അത് ഇവിടെ ഞാൻ പറഞ്ഞ തന്നെ നമ്മളിപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സൈഡിലാണ് നമ്മൾ നടന്നു വന്ന പാലം. അപ്പോൾ ഇതാണ് ആ ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞ സാധനം. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് പോകുന്തോറും വെള്ളം നൈസായിട്ട് കൂടി വരുന്നുണ്ട്. പക്ഷേ ഇപ്പുറ സൈഡിൽ നല്ല നൈസായിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാൻ പോയതാണ്, പക്ഷേ അത് പോയി. അപ്പോൾ ഈ ഒരു അത് എരുമയാണെന്നാണ് എൻ്റെ വിശ്വാസം. എരുമയുടെ പുറത്ത് നമ്മൾ മറ്റേ സിനിമയിലും കാർട്ടൂണിലൊക്കെ കാണുന്ന ഒരു കാക്ക വന്നിരിപ്പുണ്ടായിരുന്നു. നല്ല അടിപൊളി കാഴ്ച തരാം, നിങ്ങളെ കാണിക്കുന്നു. ഞാൻ നടന്നു വരുന്നുണ്ട്, ആ കാക്ക നൈസായിട്ട് എസ്കേപ്പ് ചെയ്ത് വിട്ട്. എന്തായാലും നൈസൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കായ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ആക്ച്വലി നടന്ന് പോയിക്കൊണ്ടിരിക്കുക. സ്ഥലം കൊള്ളാം. ആക്ച്വലി ഇപ്പോൾ ഒരു 2:10 ഉച്ചയ്ക്ക്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഇവിടെ നല്ല ഷെയ്ഡൊക്കെ ഉള്ള സ്ഥലമാണ്. കാരണം ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നല്ല ഷെയ്ഡൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം, എന്താണ് സംഭവം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ സ്ഥലം ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ മാക്സിമം നിങ്ങളെ ഇവിടെയുള്ള എല്ലാ സ്ഥലവും കാണിക്കാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ആക്ച്വലി കുറച്ചും കൂടി നടന്ന് നിങ്ങൾ കാണാൻ അവിടെ ചെറുതായിട്ടൊരു റെഡൊക്കെ കാണുന്നുണ്ട്. അത് നമ്മുടെ പിള്ളേർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ചെറിയൊരു ബണ്ട് പോലത്തെ സാധനം കെട്ടി വെച്ചിട്ടുണ്ട്, അതാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വെള്ളം കയറാത്തത്. അവിടെ ബണ്ട് പോലത്തെ ചെറിയൊരു സാധനം കെട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി അത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം വ്യൂ കിട്ടാനായിട്ടുള്ള സെറ്റപ്പിൽ തന്നെ ഞാൻ ഇത് ചെയ്യാം. എന്തായാലും ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ പക്ഷികളൊക്കെ വെള്ളത്തിലുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ കൊക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ കരച്ചിൽ മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്, മരം കൊത്തികളൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല. അപ്പോൾ ഇവന്മാർ രാവിലെ എൻ്റെ അടുക്കെ ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞ് വിളിച്ച്, ഞാൻ ആദ്യമേ വരത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ആക്ച്വലി എന്തായാലും ഫോട്ടോ വെച്ചിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം മിസ്സായി പോയല്ലോ, അടിപൊളി ഒരു സ്ഥലമല്ലേ ഇത്. നമ്മൾ നമ്മുടെ കായലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഫുൾ സ്ഥലം. ജസ്റ്റ് ഒന്ന് കണ്ടേക്കുന്നത് ഇതിന് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളൊരു ഫെലോ യൂട്യൂബറിനെ കണ്ടുമുട്ടി. ആ പോണതൊരു യൂട്യൂബറായിരുന്നു ആക്ച്വലി. ഇപ്പോൾ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് പുള്ളിയെന്ന് ചോദിച്ചു യൂട്യൂബറാണോ വ്ളോഗറാണോ, പേരൊക്കെ ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ചാനലിൻ്റെ പേരും പറഞ്ഞത്. പുള്ളി ഒരു വ്ളോഗറാണ്. പുള്ളി അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാടത്ത് ഇറങ്ങാൻ പറ്റും, അവിടെ കൊയ്ത്ത് നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ചെറിയൊരു ബണ്ട് സെറ്റപ്പ് ഇതാണ് അത് സംഭവം. ഇതവിടെ കെട്ടി വെച്ചിരിക്കുന്നതാണ് അവിടെ നിന്ന് നമ്മുടെ കായലിലുള്ള ഇങ്ങോട്ട് വരാത്ത. ഇവിടുന്ന് ഇടയ്ക്കും കല്ലിൻ്റെ ഇടക്കുന്നൊക്കെ നൈസായിട്ട് വെള്ളം ഇങ്ങോട്ട് വീഴുന്നുണ്ട്. അതാണ് ഇവിടുത്തെ വെള്ളം കുറവ്.
എനിക്ക് ഈ സ്ഥലം ആക്ച്വലി ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കും. അവന്മാർ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നോർമലായിട്ടുള്ള എന്തെങ്കിലും ഒരു പാട സെറ്റപ്പാണെന്നാണ് ഞാൻ ആദ്യമേ വിചാരിച്ചത്. പക്ഷേ പാട സെറ്റപ്പ് തന്നെ. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ നമ്മുടെ മെയിൻ ആലപ്പുഴ ടൗൺ ഏരിയയിലൊന്നും കാണാത്ത രീതിയിലുള്ളൊരു സ്ഥലമാണിത്. എന്തായാലും എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. നൈസായിട്ട് ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എനിക്കൊന്ന് സൺസെറ്റ് വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും ഇവിടെ സൺസെറ്റ് വ്യൂ ഒക്കെ എന്തായാലും നല്ല സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫെലോ യൂട്യൂബർ പറഞ്ഞ ആ സ്ഥലത്തോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവിടെ കൊയ്ത്താണപ്പോണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനവിടെ ചെല്ലുന്ന സമയം കൊണ്ട് നിങ്ങൾ ഈ പാടത്തിൻ്റെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ പോയി കണ്ടിട്ട് വരാം. ഓക്കെ. ഇവിടെ കുറേ ഒരു സ്ഥലത്ത് കക്കയൊക്കെ വാരി. ഇത് കക്ക വരുന്ന സ്ഥലമാണിത്. ഇവിടെ നിറച്ചും കക്ക വാരി ഇട്ടിട്ടുണ്ട്. ഇത് കക്കയുടെ തോടാണ് ഈ കിടക്കുന്ന മൊത്തം. കക്കത്തോടാണ് ഇത്. കണ്ടില്ല, കക്കത്തോട് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പൊളിഞ്ഞ വീടുണ്ട്. ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വള്ളമുണ്ട്. ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിയ വെള്ളം തന്നെയാണ്. ഇങ്ങോട്ട് പോകുന്നതോറും നല്ല കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. കാക്കയൊക്കെ ഒരുപാടുണ്ട്. കാക്കയിൽ നിന്ന് കാര്യങ്ങളുണ്ട്. ഡിസ്റ്റൻസിൽ നമ്മുടെ കുറച്ച് ചേച്ചിയും ചേട്ടന്മാരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അവരെനിക്ക് തോന്നുന്നു ഇവിടുത്തെ വർക്കേഴ്സ് ആയിരിക്കും. അവരിവിടെ ഫുഡെല്ലാം ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ടൂറല്ല ട്രിപ്പിലാണ്, റോഡ് ട്രിപ്പിലാണ്. അപ്പം എനിക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിലെ ബാറ്ററി ചാർജ് കുറവാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഫോർട്ട് ബീച്ച് എത്തുന്നവരെ ചാർജ് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുക്കത്തില്ല. എന്നാലും ഞാൻ നിങ്ങളെ മാക്സിമം ഇവിടുത്തെ കുറേ ബ്യൂട്ടിഫുൾ വ്യൂസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആ ചേച്ചിമാരോട് പോയി സംസാരിച്ച് നോക്കാം, അങ്ങനെയുള്ള നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ അവിടെ ഇരുന്ന ചേച്ചിമാരോട് കൊയ്ത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ആക്ച്വലി അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ ഒരു റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവർ കൊയ്യത്തുള്ളൂ. അപ്പോൾ നമുക്കത് കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായില്ല. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം ഇവിടെ വരാം. അപ്പോൾ എന്തായാലും ഈ സ്ഥലത്ത് നിന്ന് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് തിരിച്ചങ്ങോട്ട് പോകുന്ന കുറച്ച് കാഴ്ചകളും കൂടെ കാണാം. അത് കഴിഞ്ഞിട്ട് പോവാം. പിന്നെ ഞാൻ നിങ്ങളെ ഇതേപോലത്തെ സ്ഥലത്ത് ഇനി ഒരുപാട് കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 2021 നമ്മുടെ വർഷമാണ്. നമ്മളെല്ലായിടത്തും പോകും. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് കറൻ്റ്ലി ഞാനിപ്പോൾ ഒരു റോഡ് ട്രിപ്പിലാണ്, മാരാരിക്കുളം ടു ഫോർട്ട് കൊച്ചി ബീച്ച്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ ഈ എപ്പിസോഡ് വന്നു കഴിഞ്ഞിട്ടായിരിക്കും അത് വീടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഇരിക്കുക. ഫ്രണ്ട്സിന് മൊത്തം ഷെയർ എടുക്കുക. എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. നമുക്ക് എന്തായാലും പൊളിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെന്തായാലും കുറച്ചും കൂടെ കാഴ്ചകൾ കാണുക. അപ്പം ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് മീ. നമുക്കിനി ഒരുപാട് സ്ഥലങ്ങൾ പോകാണ്ട്. ഈ ലോകം ഫുള്ള് ട്രാവൽ ചെയ്യുന്നതാണ്. ഇതൊക്കെ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. നമ്മുടെ സ്ഥലത്ത് നിന്ന് തുടങ്ങിയില്ലേ പിന്നെ എവിടെ നിന്ന് തുടങ്ങാനാണ്. അപ്പോൾ ഗൈസ്, സ്ഥലത്തിൻ്റെ പേര് ഞാൻ പിന്നെ മറന്നുപോയി. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഒരുപാട് സംസാരിക്കുന്നില്ല. നിങ്ങളിതിൻ്റെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ വ്യൂസ് പോയി കാണും.